വിഡ്ഢികളുടെ സ്വർണമെന്ന് അറിയപ്പെടുന്നത്? ഉത്തരം അയൺ പിറൈറ്റിസ്. പഞ്ചസുഗന്ധങ്ങൾ ഏതെല്ലാം? ഉത്തരം അടക്ക, കർപ്പൂരം, ജാതിക്ക, ഗ്രാമ്പു, തക്കോലം. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? ഉത്തരം വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? വിറ്റാമിൻ ബി, വൈറ്റമിൻ സി. മുറിവുണങ്ങാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? ഉത്തരം വൈറ്റമിൻ സി. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏത്? ഉത്തരം അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ ആസൂത്രിത കലാപം ഏത്? ഉത്തരം ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ പട്ടാള ലഹള ഏത്? ഉത്തരം വെല്ലൂർ ലഹള. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് ചക്രവർത്തി ആരായിരുന്നു? ഉത്തരം ജോർജ് ആറാമൻ. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തി ആരാണ്? ഉത്തരം ചാൾസ് വിൽക്കിൻസ്. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏതിൻ്റെ പേരിലാണ്? ഉത്തരം പാത്തോളജി. ടൈഫോയിഡ് എന്ന രോഗം ബാധിക്കുന്നത് ശരീരത്തിലെ ഏത് ഭാഗത്താണ്? ഉത്തരം ചെറുകുടൽ. ടൈഫസ് പരത്തുന്ന ജീവി ഏത്? ഉത്തരം പേൻ. വീൽസ് രോഗം എന്ന് അറിയപ്പെടുന്ന രോഗം ഏത്? ഉത്തരം എലിപ്പനി. കീമോതെറാപ്പിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആര്? ഉത്തരം പോൾ എർലിക്. തിമിംഗലത്തിലെ ശരീരത്തിൽ നിന്ന് ലഭിക്കുന്ന സുഗന്ധവസ്തു അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം അംബർ ഗ്രീസ്. ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്ന സസ്യം? ഉത്തരം തുളസി. സസ്യങ്ങൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏത്? ഉത്തരം സാന്തോഫിൻ. മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ദ്രവം? സെറിബ്രോ സ്പൈനൽ ദ്രവം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം? ഉത്തരം സെറിബ്രം.